ഗീതാദേവിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു, നകുൽ പിന്നെ മുകുൽ. അവരുടെ ഭാര്യമാർ നൈന, സുനൈന. കല്യാണത്തിന് ശേഷം അവർ രണ്ടുപേർക്കും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാൻ തുടങ്ങി. ഈ കാരണത്താൽ ഗീതാദേവി അവരുടെ സ്വത്ത് 2 പാതിയായി പങ്കുവച്ചു കൊടുത്തു. ഈ വീട്ടിലും ഈ നിലത്തിലും നിങ്ങൾ രണ്ടുപേർക്കും തുല്യമായ അവകാശമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി ഞാൻ നൽകും. നിങ്ങൾ രണ്ടുപേരും വഴക്കിടേണ്ട ആവശ്യമില്ല. എന്റെയും എന്റെ ഭർത്താവിന്റെയും സ്വത്തെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേർക്കും തുല്യമായി നൽകാം. ശരി അമ്മേ, നിങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്തോളാം. അന്നു മുതൽ വീട് 2 ഭാഗമായി തിരിഞ്ഞു. ഒരേ വീട്ടിൽ 2 അടുക്കള. 2 അടുക്കളയിലും തനിത്തനിയായി ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. അമ്മേ, ഇപ്പൊ എല്ലാം നമ്മൾ 2 ഭാഗമായിട്ട് പിരിച്ചു കഴിഞ്ഞു. എന്നാ നമുക്ക് ഇതും ചെയ്തേക്കാം. ഒരു ദിവസം അമ്മ എന്റെ വീട്ടിലൊന്ന് കഴിച്ചോളൂ, ഇന്നൊരു ദിവസം അവന്റെ വീട്ടിലിരുന്ന് കഴിച്ചോളൂ. അതും ശരിയാണ്. അന്നു മുതൽ അവരുടെ അമ്മ ഒരു നേരത്തെ ആഹാരം നകുലിന്റെ വീട്ടിലും അടുത്ത നേരത്തെ ആഹാരം മുകുലിന്റെ വീട്ടിൽ നിന്നും കഴിക്കുമായിരുന്നു. സ്വത്തുകൾ പങ്കുവച്ചതോടൊപ്പം തന്നെ അമ്മയെയും പങ്കുവച്ചു. പിന്നെ ഇതിനെല്ലാത്തിനും കാരണം നകുലും അവന്റെ ഭാര്യ നയനയുമാണ്. നയന നകുലിനോട് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അമ്മ സ്വത്ത് പിരിച്ചപ്പോൾ നിങ്ങളെക്കാളും അധികം നിന്റെ ചേട്ടന് കൊടുത്തെന്നാ തോന്നുന്നേ. അങ്ങനൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അവര് സമമായിട്ടാണ് പിരിച്ചു കൊടുത്തിരിക്കുന്നത്. ആയിരിക്കാം, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ചേട്ടനും ഭാര്യയും നിങ്ങളുടെ അമ്മയെ നന്നായിട്ട് നോക്കുന്നു, നന്നായിട്ട് പരിപാലിക്കുന്നു. ആരെങ്കിലും വെറുതെ ഇതൊക്കെ ചെയ്യുമോ? നിങ്ങൾ തന്നെ പറയൂ. നീ എന്താ ഇങ്ങനെയുള്ളത്? മുക്കളുടെ ഗുണം തന്നെ അങ്ങനെയാണ്. ആദ്യം തൊട്ട് തന്നെ അവന് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അവർ മാത്രം എന്തിനാ അങ്ങനെ നിങ്ങൾ അമ്മയ്ക്ക് ചെയ്യേണ്ടത്? കാരണം ചേട്ടത്തി ചേട്ടൻ പറയുന്നത് എല്ലാം കേട്ടോളും. അവര് എന്തായാലും നിന്നെ പോലെ ഭർത്താവിനെ അടക്കി വെക്കുന്ന പെണ്ണല്ല. മനസ്സിലായോ നിനക്ക്? ആ, എന്നെ തന്നെ കുറ്റം പറയൂ. ഞാൻ എല്ലാവരുടെ നല്ലതിനുമാണ് പറഞ്ഞത്. സ്വത്ത് പിരിക്കാനായി മാത്രമല്ല. നിങ്ങളുടെ അമ്മയ്ക്ക് വയസ്സായിരിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? അതിനു മുൻപേ അവരവരുടെ പങ്ക് കൊടുക്കുന്നത് നല്ലതല്ലേ? ശരിയല്ലേ? ഇനി നിങ്ങളുടെ അമ്മയ്ക്ക് യാതൊരു ഭാരവും ഇല്ലല്ലോ. മനസ്സിലായില്ലേ? എന്താ നടക്കണ്ട നടന്നല്ലോ, അത് വിട്ടേക്ക്. മറ്റൊരു വശത്ത് മുകിലും സുനൈനയും അമ്മയെ നന്നായിട്ട് നോക്കി. അമ്മേ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലഡു ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണോ? വളരെ സന്തോഷം. അമ്മേ, ഞാന് വൈദ്യരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഇടുപ്പ് വേദനയെ പറ്റി. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അവര് പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് എണ്ണ വാങ്ങിട്ട് വരാൻ. ആ എണ്ണ തേച്ചാൽ ഇടുപ്പ് വേദനയൊക്കെ വേഗം പോകുന്ന പറഞ്ഞത്. നന്നായി. നിങ്ങൾ എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം. ഗീതാദേവി അവർ രണ്ടുപേരെയും ആശീർവദിച്ചു. പക്ഷെ ഇക്കാര്യം നൈനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. വൈകുന്നേരം നൈന ആഹാരം കൊടുക്കേണ്ട തവണയായപ്പോൾ അപ്പോൾ നൈനയും ആഹാരത്തോടൊപ്പം സ്വീറ്റ്സും ചെയ്തു. ഇതാ അമ്മേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പനീർ മസാല, റൊട്ടി, റൈത്ത, ചോറ്, പിന്നെ ഗുലാബ് ജാമുമുണ്ട്. അല്ല, ഇന്നെന്താ എന്തെങ്കിലും വിശേഷമാണോ? വിശേഷമൊന്നുമില്ല. ചെയ്യണമെന്ന് തോന്നി. നീ എന്റെ മരുമകളല്ലേ, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവുമില്ലാതെ നീ പെട്ടെന്ന് ഇതൊന്നും ചെയ്യില്ലല്ലോ. അല്ല അമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെ? നല്ല കാര്യം. എന്തെങ്കിലും ആകട്ടെ, നീ ഇതൊക്കെ ചെയ്തില്ലേ? ആ ദൈവം നിനക്ക് നല്ല ബുദ്ധി നൽകട്ടെ. നന്നായിരിക്കെ. 2 പേർക്കും ചെയ്ത ആശീർവാദത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. ഇത് കേട്ടതും തന്നെ നൈനയ്ക്ക് ദേഷ്യം വന്നു. അവളുടെ മനസ്സാകെ കത്തിപ്പിടിച്ചു. ഗീതാദേവി മുകിലും സുനൈനയും എപ്പോഴും നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അവർക്കറിയാം, അതായത് ഇവർ രണ്ടുപേരും യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് തന്നെ നോക്കുന്നതെന്ന്. അതേസമയം നകുലും നയനയും രണ്ടുപേരും സ്വാർത്ഥരാണ്. അവർ രണ്ടുപേരും ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെ പുറകിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണും. കുറച്ചു ദിവസം വരെ എല്ലാം നല്ല രീതിയിലാണ് പോയത്. ഇപ്പോൾ ഗീതാദേവിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഇപ്പോൾ അവരുടെ മനസ്സിൽ പുതിയൊരു സങ്കടം ഉണ്ടായി. ഞാൻ എല്ലാം തന്നെ 2 പേർക്കും പങ്കുവെച്ചു കൊടുത്തു. എന്റെ കയ്യിൽ ഇപ്പോൾ ആ മാന്ത്രിക കുക്കർ മാത്രമാണുള്ളത്. ഞാൻ അത് ഒരാൾക്ക് മാത്രം നൽകിയാൽ അത് വലിയ തെറ്റായി പോകും. പക്ഷെ ആ മാന്ത്രിക കുക്കർ അത് നല്ലവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനത് മുകിലിനും സുനൈനയ്ക്കുമേ കൊടുക്കുള്ളൂ. ഇത് ആലോചിച്ചിട്ട് ഗീതാദേവി ആ കുക്കറും എടുത്തുകൊണ്ട് സുനൈനയുടെ അടുത്തേക്ക് ചെന്നു. അല്ല അമ്മേ, എന്താ ഇത്? വെങ്കല കുക്കറോ? നീ വെങ്കലമെന്ന് വിചാരിച്ചാലും ശരി, സ്വർണമെന്ന് വിചാരിച്ചാലും ശരി, അത് അവരവരുടെ ചിന്ത പോലെ. എനിക്ക് മനസ്സിലായില്ലമ്മേ. ഞാൻ ഈ കൊറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുക്കർ കാണുന്നത്. ഞങ്ങള് ചെറുതായിരിക്കുമ്പോ നിങ്ങൾ വാങ്ങിയതല്ലേ? അതെ, ഇതെനിക്ക് എന്റെ അമ്മ നൽകിയതാണ്. ഇത് നമ്മുടെ പാരമ്പര്യമായുള്ള കുക്കറാണ്. പക്ഷെ ഇതൊരു സാധാരണ കുക്കറല്ല മോനെ, ഇതൊരു മാന്ത്രിക കുക്കറാണ്. മാന്ത്രിക കുക്കറോ?
ഇതിന്റെ മാന്ത്രികത എനിക്ക് എപ്പോൾ മനസ്സിലായെന്നാ നിങ്ങൾ രണ്ടുപേരും ജനിച്ചപ്പോഴാണ്. അപ്പോൾ ഈ ഗ്രാമം ദാരിദ്ര്യത്തിലായിരുന്നു. കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല. ജനങ്ങൾ വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ അവസ്ഥ കുഴപ്പമില്ലായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങൾക്ക് സഹായിച്ചു. വിശക്കുന്നവർക്ക് ആഹാരം നൽകി. പിന്നീട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അരിയൊക്കെ തീർന്നുപോയി. നമ്മളും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിലും കഴിക്കാനൊന്നുമില്ല. അപ്പോഴാണ് എന്റെ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ മാന്ത്രിക കുക്കർ അടുപ്പത്ത് വെച്ചു, അതും വെറും വെള്ളം നിറച്ച്. എന്നിട്ട് കുക്കറിനോട് പുലാവ് ചോദിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ കുക്കർ മുഴുവൻ പുലാവായി. ആ സമയത്ത് നമ്മൾ എല്ലാരും വയറ് നിറയെ ആഹാരം കഴിച്ചു. പിന്നെ വിശക്കുന്നവർക്ക് എല്ലാവർക്കും ആഹാരം നൽകി. ഈ ഗ്രാമത്തിന്റെ ദാരിദ്ര്യം മാറിയതും തന്നെ പിന്നെ എല്ലാം തന്നെ ശരിയായി. പിന്നെ ഞാൻ ഈ കുക്കർ സൂക്ഷിച്ചെടുത്തു വെച്ചു. അതിനുശേഷം ഈ കുക്കറിന് ആവശ്യം വന്നില്ല. മോളെ സുനൈന, ഈ കുക്കർ ഞാൻ ഇപ്പോൾ നിനക്ക് നൽകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇത് നീ നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന്. ശരി അമ്മേ, തീർച്ചയായും. ഗീതാദേവി ആ മാന്ത്രിക കുക്കർ സുനൈനയുടെ കയ്യിൽ നൽകി. പിന്നീട് കുറച്ചു ദിവസത്തിനകം അവർ മരിച്ചുപോയി. സുനൈന ആ കുക്കർ ഭദ്രമായി വെച്ചിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സുനൈനയ്ക്ക് കുക്കറിന്റെ ആവശ്യം വന്നതേയില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം നല്ല മഴ പെയ്തു. ഗ്രാമം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. തുടർന്ന് 3 ദിവസം മഴ നീണ്ടു നിന്നു. ജനങ്ങളൊക്കെ വളരെ സങ്കടത്തിലായി. ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നന്നായിട്ട് വിശക്കുന്നു. ഇല്ല, എല്ലാം തന്നെ തീർന്നുപോയി. അപ്പോഴാണ് മുകുലിന് അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ നോക്ക് സുനൈന, നമ്മളടുത്ത് മായ കുക്കർ ഉണ്ടല്ലോ, പിന്നെന്തിനാ? ഹാ, സുനൈന ഉടൻ തന്നെ ആ കുക്കർ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് തന്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ തന്നെ ആ കുക്കറിൽ ഒരുപാട് വെള്ളം നിറച്ച് അതിനെ അടുപ്പത്ത് വെച്ച് കത്തിക്കാൻ തുടങ്ങി. ചേച്ചി, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? സമാധാനത്തോടെ നോക്കൂ. സുനൈന ആ കുക്കറിനോട് പനീർ സബ്ജി ചോദിച്ചു. സുനൈന ആ കുക്കർ തുറന്നു നോക്കിയപ്പോൾ അത് നിറച്ച് പനീർ സബ്ജി ഉണ്ടായിരുന്നു. അല്ല, വാവ്! സുനൈന ആ പനീർ സബ്ജി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കുക്കറിൽ വെള്ളമൊഴിച്ചു. എനിക്ക് ചോറ് വേണം. കുക്കർ തുറന്നു നോക്കിയപ്പോൾ ചോറുണ്ടായിരുന്നു. ചേട്ടത്തി, ഇപ്പൊ റൊട്ടി ഉണ്ടോ ചോദിക്ക്. ശരി അനിയ. സുനൈന വീണ്ടും കുക്കർ തുറന്നു. അത് നിറച്ച് റൊട്ടി ഉണ്ടായിരുന്നു. എല്ലാരും വയറ് നിറയെ കഴിച്ചു. അപ്പോഴാണ് സുനൈന തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിച്ചത്. ആ 2 കുട്ടികളും ഒരുപാട് വിശപ്പോടെയായിരുന്നു. പാവം, അവരും വിശന്നിട്ടായിരിക്കും. വീണ്ടും സുനൈന കുക്കറിൽ വെള്ളമൊഴിച്ച് പുലാവ് ചോദിച്ചു. ആ പുലാവ് എല്ലാം തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ളവരോട് സുനൈന കൊടുത്തു. വളരെ നന്ദി, ഞങ്ങളും ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നുപോയി. കുട്ടികൾക്ക് എന്തു കൊടുക്കാനെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, എല്ലാരും വയറ് നിറയെ കഴിക്കൂ. സുനൈന വീട്ടിലേക്ക് വന്നതും നൈന അവളോട് ചോദിച്ചു, ഈ മാന്ത്രിക കുക്കർ നമ്മുടേതാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്? എന്തുകൊണ്ടെന്നാൽ ആ മാന്ത്രിക അങ്ങനെയുള്ളതാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അതിന്റെ മാന്ത്രികത നഷ്ടപ്പെടും. മനസ്സിലായോ നിനക്ക്? അങ്ങനെയെല്ലാം ഒന്നുമില്ല. ഇതൊരു മാന്ത്രിക കുക്കറാണ്. ഇത് ആരുടെ കയ്യിലുണ്ടെങ്കിലും അവരെന്തു ചോദിച്ചാലും കിട്ടും. ആണോ? എങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതെ അതെ, തീർച്ചയായും. നയന ആ കുക്കർ കഴുകി എന്നിട്ട് അതിൽ വെള്ളം നിറച്ചു. എനിക്ക് പാലക് സബ്ജി വേണം. പക്ഷേ നയന കുക്കർ തുറന്നു നോക്കിയപ്പോൾ വെറും വെള്ളം മാത്രമായിരുന്നു. എന്താ ഇത്? ഇപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാം. ഞങ്ങൾക്ക് പാലക് സബ്ജി വേണം. സുനൈന ആ കുക്കർ മൂടി 1 നിമിഷത്തിനു ശേഷം അത് തുറന്നു നോക്കി. ആ കുക്കറിനകത്ത് പാലക് സബ്ജി നിറഞ്ഞിരുന്നു. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നൈന? ഈ കുക്കറിന്റെ മാന്ത്രികത നല്ലതിന് മാത്രമേ ഉപകരിക്കൂ. ഹാ, ഇതിനോട് നിങ്ങളല്ലാതെ വേറെ ആരെന്ത് ചോദിച്ചാലും അത് കിട്ടില്ല. ഇന്നു മുതൽ ഞാനും നിങ്ങളെ പോലെ നല്ലവളായി മാറാം. എന്തിനാ ഈ മാന്ത്രിക കുക്കർ ഉപയോഗിക്കാനാണോ? ഇല്ല, നിങ്ങളെ പോലെ നല്ലതും മറ്റുള്ളവരുടെ അനുഗ്രഹവും കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായും കിട്ടും. മറ്റുള്ളവരെ സഹായിച്ചു നോക്ക്. നൈനയ്ക്ക് ഇപ്പോൾ മനസ്സിലായി, നല്ലത് ചെയ്യുന്നതാണ് നല്ലതിലേക്കുള്ള വഴിയെന്ന്. നല്ല മനസ്സുള്ളവരെ ആപത്തിൽ ഒരിക്കലും ദൈവം കൈവിടില്ല. സുനിലും ആസിഫും 2 പേരും കൂട്ടുകാരാണ്. 2 പേരും ഒരേ ഗ്രാമത്തിലാണ് ജീവിച്ചു വരുന്നത്. 2 പേരും ഒന്നിച്ച് മുള വെട്ടാനായി പോകും. നമ്മൾ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. അവിടെ വലിയ വലിയ മൂങ്ങിൽ കാടുകൾ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമ്മൾ ഈ നദികളൊക്കെ കടന്നു പോകണ്ടേ?
തിരിച്ചു വരുമ്പോൾ നദീന്റെ വെള്ളം കൂടിയാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് കടന്നു വരിക? നമ്മൾ നദിയിൽ വെള്ളം കുറവായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കടന്നു വന്നേക്കാം. നമുക്ക് വേഗം തന്നെ മൂങ്കിലൊക്കെ വെട്ടിയിട്ട് തിരിച്ചു വന്നേക്കാം. വലിയ വലിയ മൂങ്ങിൽ മരത്തിന് നല്ല കാശ് കിട്ടുന്ന പറയുന്നത്. നീ അത് ആലോചിച്ച് നോക്ക്. അതും ശരിയാണ്. ശരി, നാളെ തന്നെ പോവാം. അടുത്ത ദിവസം മുതൽ സുനിലും അസീബും വലിയ കാട്ടിനകത്തേക്ക് ചെന്നു. ഇവിടെ വലിയ വലിയ മൂങ്ങിൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീളമായിട്ടും ഉണ്ട്. വ്യാപാരി ഇതിന് നല്ല വില തരുന്നാ തോന്നുന്നത്. ആ, ഒരുപാട് മുളകളെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും സന്തോഷപ്പെട്ടു. അവർ ആ മുളകളെയൊക്കെ വെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വാ വാ, ഇതുപോലെ വലിയ മൂങ്ങിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇതിന് വിലയും നന്നായിട്ടുണ്ടാവല്ലോ. ആഹാ, ഒരു മൂങ്ങിലിന് 200 രൂപയാണ് തരുന്നത്. നിങ്ങൾ മൊത്തം 5 മൂങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള 1000 രൂപയുണ്ട്. 1000 രൂപ കിട്ടിയതിൽ രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നി. ആ പണം രണ്ടുപേരും സമമായി പങ്കുവെച്ചെടുത്തു. ദിവസം ചെറിയ ചെറിയ മൂങ്ങിലെടുത്തിട്ട് 300 രൂപയാണ് നമ്മൾ കാശുണ്ടാക്കിയത്. ഇന്ന് നമുക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനു ശേഷം നമ്മൾ ആ കാട്ടിന്റെ അടർന്ന പകുതിയിലേക്കാണ് പോകേണ്ടത്. ആഹാ, അന്നു മുതൽ അവർ രണ്ടുപേരും നദി കടന്ന് മുള വെട്ടാനായി പോകും. പിന്നെ വ്യാപാരിയും അവർക്ക് നല്ല കാശ് നൽകി. ഒരു ദിവസം രാവിലെ രണ്ടുപേരും മുളകൾ വെട്ടാനായി ചെന്നു. ചേട്ടാ, അമ്മ എന്താ പറഞ്ഞ വെച്ചാൽ കുറച്ച് ബസാറിൽ പോയിട്ട് അരിയും മസാല വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ പനീരും വാങ്ങാനുണ്ട്. ശരി, എന്നാ വരൂ, നമുക്ക് ബസാറിലേക്ക് പോവാം. പിന്നെ അവിടുന്ന് നമുക്ക് നദി കടന്നിട്ട് കാട്ടിലേക്ക് പോവാം. ആ, ഒരേ നേരത്തിന് നമുക്ക് 2 ജോലി നടക്കും. അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാം അവർ വാങ്ങി. ഇത് കണ്ടില്ലേ, എനിക്ക് വളരെ ശുദ്ധമായ പനീർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പിടി തന്നെ. ഞാനും കഴിക്കാൻ വന്നോളാം. ആ, വരൂ. നീ വരണ്ടെന്ന് പറഞ്ഞാലും വരുമല്ലോ. നമുക്ക് നദി കടന്നു പോവാം. മൂങ്കിൽ വെട്ടിയിട്ട് നമുക്ക് വിൽക്കാനുണ്ടല്ലേ. ആഹാ. പിന്നീട് അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോകാനായി തിരിച്ചു. എല്ലാ ദിവസത്തെയും പോലെ അവർ രണ്ടുപേരും നദി കടന്ന് ആ കാട്ടിനകത്തേക്ക് ചെന്നു. മുളകൾ വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ വീട്ടിലേക്ക് വേഗം പോണം. നദിയിൽ ഇപ്പൊ വെള്ളം കൂടിയിട്ടുണ്ടാവും. ഹാ, പക്ഷേ ഇന്ന് എക്സ്ട്രാ ഒരു മൂങ്കിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യണം. ഹാ, മഴ വളരെ ശക്തമായി പെയ്തു. കുറച്ചു സമയത്തിനകം തന്നെ അവർ മുളകളൊക്കെ വെട്ടിക്കഴിഞ്ഞു. പിന്നീട് അവർ ആ മുളകളൊക്കെ കെട്ടിയെടുത്ത് ആ നദിക്കരയിലേക്ക് വന്നു. പക്ഷെ നദിയിൽ മഴ കാരണം വെള്ളം അധികമായിരുന്നു. നദിയിൽ വല്ലാതെ വെള്ളം കൂടിയിട്ടുണ്ടല്ലോ ചേട്ടാ. ഈ നിലമിൽ നമ്മൾ നദിയിൽ പോയാൽ വളരെ ആപത്താണ്. ഹാ, നമുക്ക് കുറച്ചു നേരം കാട്ടിൽ കാത്തിരുന്നാലോ? ഹാ, അവിടെ കുറച്ച് ദൂരം പോയ ഒരു ഗുഹയുണ്ട്. നമുക്ക് അവിടെ പോയി താമസിക്കാം. രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്തേക്ക് ചെന്നു. ആ ഗുഹയിൽ നേരത്തെ തന്നെ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കത്തിക്കാം. കുറച്ച് ചൂടെങ്കിലും കിട്ടുമല്ലോ. അസീഫ് വാങ്ങിച്ച ആ സാധനങ്ങളിൽ ഒരു തീപ്പട്ടിയും ഉണ്ടായിരുന്നു. അസീഫ് ആ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് തീ കത്തിച്ചു. പിന്നെ രണ്ടുപേരും ചേർന്ന് ചൂട് കായാൻ തുടങ്ങി. വല്ലാണ്ട് വിശക്കുന്നുണ്ട് പാ. എനിക്കും. നോക്ക്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ? കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് റേഷൻ നമ്മുടെ അടുത്തുണ്ടല്ലോ. പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അസീഫിന്റെ ശ്രദ്ധയിൽ ആ മുള കണ്ടത്. നമ്മളുടെ അടുത്ത് മൂങ്ങിലുണ്ടല്ലോ. മൂങ്ങിലിനെ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങൾ ഈ മൂങ്ങിൽ ബിരിയാണി കണ്ടിട്ടില്ലേ? ഇല്ല. മൂങ്ങിൽ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളുടെ അടുത്ത് ഇറച്ചിയൊന്നും ഇല്ലല്ലോ. ഇറച്ചി ഇല്ലെങ്കിൽ എന്തിനാ? നമ്മളുടെ അടുത്ത് പനീരുണ്ടല്ലോ. പനീർ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ? ദേ, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ആസിഫ് 2 മുള കഷ്ണങ്ങൾ വെട്ടിയെടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അരി നല്ല രീതിയിൽ കഴുകിയെടുത്തു. ആ മുളക്കഷ്ണത്തിനകത്ത് അരി, മസാല, വെള്ളം, ഉപ്പ് പിന്നെ പനീരും ചേർത്തു. ആ മുളയുടെ മറ്റൊരു വശം അവൻ ഇലകൾ കൊണ്ട് മറച്ച് നല്ല രീതിക്ക് കെട്ടിവെച്ചു. പിന്നെ അതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ പുറത്ത് അവൻ അത് വെച്ചു. ഇപ്പൊ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാംബു ബിരിയാണി റെഡിയാണ്. നോക്കാം. ആ മുളകൾ തീയിൽ നന്നായിട്ട് എരിയാൻ തുടങ്ങി. ആ മുളകൾ മുഴുവനും കത്തി തീർന്നതിനു ശേഷം ആ ഗുഹ മുഴുവനും നല്ല സ്വാദുള്ള മണം വീശാൻ തുടങ്ങി. ബാംബു ബിരിയാണി റെഡിയായി തോന്നുന്നു സുഹൃത്തേ.
ആസിഫ് ആ മുളകളെ പുറത്തെടുത്തു. പിന്നെ അത് 2 ഇലകളുടെ പുറത്ത് വെച്ചു. ആ മുള ശകലം തണുത്തതിനു ശേഷം അതിലുണ്ടായിരുന്ന ബിരിയാണി അവൻ ഇലകളിൽ തട്ടിവെച്ചു. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായാലും എന്താ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വരൂ, ആദ്യം കഴിക്കാം. രണ്ടുപേരും ആ ബിരിയാണി കഴിച്ചു നോക്കി. അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ആ ബാംബു ബിരിയാണി കഴിക്കാൻ തുടങ്ങി. സുഹൃത്തേ, നീ ഇത്രയും അടിപൊളിയായിട്ട് ബാംബു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് പറയാനാ. വളരെ നന്ദിയുണ്ട്. നീ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ബാംബു ബിരിയാണി ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാലോ. സത്യാണോ? ഹാ, നിനക്ക് സമ്മന്താണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് ധാബ തുടങ്ങാം. ആഹാ, തീർച്ചയായും. മഴ കുറഞ്ഞതും തന്നെ നദിയിലുള്ള വെള്ളവും പറ്റി. പിന്നെ 2 കൂട്ടുകാരും എല്ലാ മുളകളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അന്ന് അവർ ആ മുളകൾ വിറ്റില്ല. അടുത്ത ദിവസം 2 കൂട്ടുകാരും ചേർന്ന് ഗ്രാമത്തിന്റെ നടുവിലായി അവരുടെ ബിരിയാണി കട തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി ഇവർ രണ്ടുപേരും ചേർന്ന് മുളകൾ വെച്ച് എന്തു ചെയ്യുകയാണെന്ന്. മോനെ, ഇത് എന്താ ഇത്? ഇത് ബാംബു ബിരിയാണിയാണ്, പനീർ കൊണ്ടുണ്ടാക്കുന്നത്. ബാംബു ബിരിയാണിയോ? എനിക്കൊരു പ്ലേറ്റ് തരും മോനെ. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായിട്ടാണ് ആ മുള ബിരിയാണി കഴിക്കുന്നത്. ഓ എന്റെ പൊന്നെ, എന്ത് രുചിയായിട്ടുണ്ട് അറിയോ ആസിഫ് ഭായ്. ഇതുപോലുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അടിപൊളി തന്നെ. അസീബിന്റെയും സുനിലിന്റെയും ആ ബംബു ബിരിയാണി ഗ്രാമം മൊത്തം ഫേമസ് ആയി. കസ്റ്റമേഴ്സ് ലൈനിൽ നിന്ന് ആ മുള ബിരിയാണി കഴിക്കാനായി വന്നു. അസീബിന്റെയും സുനിലിന്റെയും വരുമാനം പല മടങ്ങ് അധികരിച്ചു. പിന്നെന്താ, അസീബും സുനിലും മുളകൾ വെട്ടുന്നത് വിട്ടിട്ട് ബംബു ബിരിയാണി ചെയ്യാൻ തുടങ്ങി. അവർ രണ്ടുപേരും രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കേട്ട് ആളുകൾ അവരുടെ കടയിലേക്ക് വന്നു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ അവരുടെ ആ ചെറിയ കട ഒരു വലിയ റെസ്റ്റോറന്റായി മാറി. അവർ രണ്ടുപേരും പണക്കാരായി. ഇത് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, ഇതുപോലെയൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന്. ഞാനിത് ആലോചിച്ചിട്ടേ ഇല്ല സുഹൃത്തെ. അന്ന് വന്ന മഴ കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റി തന്നിരിക്കുന്നത്. ഹാ, അന്ന് മഴ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടിട്ടുണ്ടാവില്ല. ബാംബു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ സുഹൃത്തെ? ഇതൊക്കെ മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവം എല്ലാവർക്കും മുമ്പ് തന്നെ തലയെഴുത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മളൊക്കെ വെറും പാവകൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ കളിയിലാണ് നമ്മൾ കളിക്കുന്നത്. അതും ശരി തന്നെ. ആ മുള ബിരിയാണി അസീബിന്റെയും സുനിന്റെയും ജീവിതം തന്നെ മാറ്റിമറിച്ചു. അവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. കഷ്ടത്തിൽ നിന്നാണ് നമുക്ക് നല്ലതെല്ലാം കിട്ടുന്നതെന്ന്. പിന്നെ ആർക്കറിയാം എപ്പോഴാണ് ആർക്ക് നല്ലത് വരുന്നതെന്ന്. ഷൗക്കത്ത് മിയാന് ഒരു ബിരിയാണി കടയുണ്ട്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ വന്ന് ബിരിയാണി കഴിക്കും. ഓ ഷൗക്കത്ത് ചേട്ടാ, ബിരിയാണി നന്നായിട്ടുണ്ടല്ലോ. നന്ദിയുണ്ട്. ബിരിയാണിയുടെ രുചി നന്നായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. ഷൗക്കത്ത് മിയ ഓരോ മാസവും 30,000 രൂപ തന്റെ അമ്മയുടെ കയ്യിൽ നൽകും. മോനെ, ഇപ്പോഴൊക്കെ നിന്റെ വരുമാനം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് എത്ര ദിവസമായി ഈ വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്നത്. എന്നെ കൊണ്ട് തീരെ വയ്യ മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നദീമിന്റെ കല്യാണവും കഴിപ്പിക്കാം. അയ്യോ അമ്മി, എനിക്കിന്നും കല്യാണ വയസ്സായിട്ടില്ല. ആദ്യം നിങ്ങൾ ചേട്ടന് കല്യാണം കഴിപ്പിക്കൂ. ശരി അമ്മേ, നിങ്ങൾക്ക് ഏത് പെണ്ണിന് ഇഷ്ടമായിട്ടുണ്ടോ ആ പെണ്ണിന് ഞാൻ കല്യാണം അയച്ചോളാം. അങ്ങനെ പറ ചേട്ടാ. ഇതാണ് ഞാൻ നോക്കിയത് ഷൗക്കത്തേട്ടാ. ഷൗക്കത്തിന്റെ അമ്മ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കി. സന വളരെ പഠിച്ച പെൺകുട്ടിയാണ്. പിന്നെ അവൾ ആഹാരവും നന്നായിട്ട് ഉണ്ടാക്കും. കുറച്ചു ദിവസങ്ങൾക്കകം ഷൗക്കത്തിന്റെയും സനയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷം സന വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നടത്തി. മോനെ, നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന ആഹാരം എപ്പോഴും നല്ല രുചിയുള്ളതായിരിക്കും. അതെ ചേട്ടത്തി, പക്ഷേ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടത്തി. അതെ, അതും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് ചെയ്ത ബിരിയാണി കഴിച്ചു നോക്കിയാലല്ലേ എനിക്കും അതിന്റെ രുചി അറിയാവൂ. ചേട്ടാ, ഇന്ന് എല്ലാവർക്കും നിങ്ങൾ ബിരിയാണി കൊണ്ടുവരണം. ശരി മോനെ, കൊണ്ടുവരാം. ഷൗക്കത്തിന്റെ ബിരിയാണി വളരെ രുചിയുള്ളതാണ്. അവൻ എപ്പോഴേക്ക് ബിരിയാണി ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോഴേക്ക് അതിന്റെ മണം ഗ്രാമം മൊത്തം മണക്കും. പിന്നെ ഉടനെ കസ്റ്റമേഴ്സ് കഴിക്കാനെത്തും. എന്താ ചേട്ടാ,
ബിരിയാണി തയ്യാറായില്ലേ? ഇല്ല ചേട്ടാ, ഇനി ഒരു 10 മിനിറ്റ് ആവും. ശരി ശരി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കസ്റ്റമേഴ്സ് ഷൗക്കത്തിന്റെ ബിരിയാണിക്ക് വേണ്ടി കാത്തിരുന്ന് കഴിച്ചിട്ട് പോകും. അതുവരെ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അംഷദ് ചേട്ടൻ ആവശ്യമില്ലാതെ നമ്മളുടെ അധ്വാനമാണ് നശിപ്പിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാനും വില കുറയ്ക്കാൻ പോവുകയാണ്. ഷൗക്കത്തും ബിരിയാണിയുടെ വില അധികമാക്കി 80 രൂപയാക്കി. ദിവസവും നമ്മൾ ഈ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. വരൂ, ഇന്ന് നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം. ശരി. ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ ബിരിയാണി കഴിക്കാനായി അംജത്തിന്റെ കടയിലേക്ക് പോയി. പക്ഷെ അംജത്തിന്റെ കയ്യിൽ ഒരു പുതിയ മാന്ത്രികതയുണ്ടായിരുന്നു. ഒരു വട്ടം അവന്റെ ബിരിയാണി ആരെങ്കിലും കഴിച്ചാൽ വീണ്ടും അതേ കടയ്ക്ക് അവർ തിരിച്ചെത്തും. ഇന്നലെ പോയി ഞാൻ ബിരിയാണി കഴിച്ചില്ലേ? വരൂ, നമുക്ക് അവിടെ തന്നെ പോയി കഴിക്കാം. ആ തീർച്ചയായും, ആ ബിരിയാണി മറക്കാനേ പറ്റില്ല. പതുക്കെ പതുക്കെ ഷൗക്കത്തിന്റെ കടയിൽ ആരും വരാതെയായി. ഇതൊക്കെ കുറച്ചു ദിവസം ഇങ്ങനെ നടക്കുക. അംജത്തിന്റെ കട പുതിയതല്ലേ, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഷൗക്കത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മൊത്തം വരുമാനവും ഒരുപാട് കുറഞ്ഞുപോയി. ഇപ്പോൾ വീട്ടിലെല്ലാരും വളരെ വിഷമത്തിലാണ്. എന്തുപറ്റി ഷൗക്കത്ത്? നീ എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്തെന്ന് പറയണ്ടമ്മേ, എന്റെ കടയുടെ അടുത്ത് തന്നെ ഇന്നൊരു ബിരിയാണി കടയും വെച്ചിട്ടുണ്ട്. പയ്യെ പയ്യെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ കട മൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോണം. തീർച്ചയായും അങ്ങനെയൊന്നും നടക്കില്ല മോനെ. ദൈവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാകും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടിരിക്കുന്നത് അമ്മേ. ഷൗക്കത്തിന്റെ വിഷമം കണ്ട് വീട്ടിലെ എല്ലാ ആൾക്കാരും ഒരുപാട് വിഷമത്തിലായിരുന്നു. അന്ന് രാത്രി സന ഷൗക്കത്തിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഒരുപക്ഷെ വില അധികമായതുകൊണ്ട് കസ്റ്റമേഴ്സ് വേറെ കടയിലേക്ക് പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്തുകൂടാ? പറയൂ. നമുക്ക് എങ്ങനെ വില കുറയ്ക്കാൻ പറ്റും സന? ഒരു പ്ലേറ്റ് ബിരിയാണിന്റെ വില തന്നെ ചെലവ് 50 റുപ്യാവും സന. അത് നമ്മൾ 80 റുപ്യക്കാണ് വിൽക്കുന്നത്. വെറും 30 റുപ്യാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പിന്നെ ഇതും നമ്മൾ കുറച്ചാൽ പിന്നെ വീട്ടു ചെലവൊക്കെ എങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും? എങ്കിൽ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി ബിരിയാണി ചെയ്താൽ എങ്ങനെയിരിക്കും? എങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമല്ലോ. ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് വളരെ വില കൂടിയത്. അതുമാത്രല്ലാതെ ബാസ്മതി അരി എങ്ങനെ വില കുറഞ്ഞത് കിട്ടുക? പിന്നെ ബാസ്മതി അരി ഞാൻ സാധാരണ അരിയായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബസുമതി റൈസിന് പകരം വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനെ വെച്ചാൽ? അതായത് മാഗി. മാഗി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബിരിയാണി ചെയ്ത് നോക്കിക്കൂടാ? നമ്മുടെ ചിലവും കുറയുമല്ലോ. മാഗി ബിരിയാണിയോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ വ്യത്യസ്തമായ സാധനങ്ങൾക്കാണ് നല്ല ഡിമാൻഡ്. ഒരു വട്ടം നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ. ശരി, ഇപ്പൊ ഒന്നും അത്ര വലുതായിട്ട് പോകുന്നില്ല. നമുക്ക് അതും ശ്രമിച്ചു നോക്കാലോ. അടുത്ത ദിവസം ഷൗക്കത്ത് എന്നത്തെയും പോലെ ബിരിയാണി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്നത്തെ ദിവസം ബസുമതി റൈസിനു പകരം മാഗി ഇട്ട് ചെയ്തു. മാഗി ബിരിയാണി പെട്ടെന്ന് റെഡിയായി. അതിന്റെ ചിലവും കുറവായിരുന്നു. അതുകൊണ്ട് ഷൗക്കത്ത് വിലയും 50 രൂപയാക്കി മാറ്റി. പുറത്ത് വലിയൊരു ബോർഡും വെച്ചു. മാഗി ബിരിയാണി 50 രൂപ. അതെ, മാഗി ബിരിയാണി പറയുന്നില്ല. അതെന്താണ്? മാഗി എന്താ അറിയാ, ബിരിയാണി എന്താണ് അറിയാ, പക്ഷേ ഈ മാഗി ബിരിയാണി എന്താണെന്ന് അറിയില്ലല്ലോ. ശരി, വാ നമുക്ക് അത് കഴിച്ചു നോക്കാം. ആഹാ, മാഗി ബിരിയാണി എന്നുള്ള ആ പേര് കണ്ടതും ഒരുപാട് കസ്റ്റമേഴ്സ് അവിടേക്ക് കഴിക്കാൻ വന്നു. വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് വെറും മാഗി അല്ല, ഇത് മാഗി ബിരിയാണിയാണ്. ഓ എന്റെ ചേട്ടാ, ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നന്ദി നന്ദി. കസ്റ്റമേഴ്സിന് ഷൗക്കത്തിന്റെ ആ ബിരിയാണി ഒരുപാട് ഇഷ്ടമായി. അന്ന് ഷൗക്കത്തിന്റെ ബിരിയാണി കടയുടെ വെളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മാഗി ബിരിയാണി ഉള്ളത് ചേട്ടാ, അരീന ബിരിയാണിക്കാട്ടും നന്നായിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് മാഗി ബിരിയാണി കഴിക്കാം. ഷൗക്കത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ സന്തോഷ വാർത്ത തന്റെ ഭാര്യയെ അറിയിച്ചു. ഇത് കേട്ട് അവളും സന്തോഷപ്പെട്ടു. ഈ മാസം ഷൗക്കത്തിന്റെ വരുമാനം നല്ല രീതിയിലുണ്ടായിരുന്നു. ആ മാസ അവസാനം ഷൗക്കത്ത് തന്റെ അമ്മയുടെ കയ്യിൽ 40,000 രൂപ കാശ് നൽകി. ഇത്രയുമോ? അതെ അമ്മേ, സനയുടെ മാഗി ബിരിയാണിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡബിൾ വരുമാനമാണ് വരുന്നത്. വീണ്ടും ഒരു വട്ടം അവരെല്ലാരും സന്തോഷത്തോടെ ആയിരുന്നു. അവരുടെ കഷ്ടവും മാറി. കാരണം അവരുടെ വരുമാനം അധികരിച്ചു. മാഗി ബിരിയാണി ഫേമസ് ആയി.